ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LP-UP റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിയുടെ PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LP-UP റിലേറ്റഡ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? നമുക്കറിയാവുന്നതാണ് അല്ലേ? ഉത്തരം ഫ്രോയിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ജോൺ മേയർ. ക്വസ്റ്റ്യൻ 3, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ മുൻഗാമികൾ അംഗീകരിക്കുവാൻ സാധ്യത? ഇതിൽ ഏത് പ്രസ്താവനയാണ് സ്കിന്നറുടെ മുൻഗാമികൾ അംഗീകരിക്കുവാൻ സാധ്യത? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഉത്തരം വരുന്നത് പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 4, വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യപദ്ധതി പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യപദ്ധതി പ്രാധാന്യം നൽകുന്നത് താഴെ നൽകിയിട്ടുള്ള ഏത് ഘടകത്തിനാണ്? നോക്കാം. ഉത്തരം ഓപ്ഷൻ സി, പ്രവർത്തനത്തിനും അനുഭവത്തിനും. ക്വസ്റ്റ്യൻ 5, തന്നിരിക്കുന്നവയിൽ അഭിപ്രേരണ സൃഷ്ടിക്കാനുള്ള മാർഗം എന്ത്? താഴെ തന്നിരിക്കുന്നവയിൽ അഭിപ്രേരണ സൃഷ്ടിക്കാനുള്ള മാർഗം എന്ത്? ഏതാണ്? ഉത്തരം ശിക്ഷ, അംഗീകാരം, കുറ്റപ്പെടുത്തൽ. ഇവയിലൂടെ അല്ലേ ഒരാളിൽ അഭിപ്രേരണ സൃഷ്ടിക്കാനായിട്ട് ശിക്ഷ നൽകിയാൽ നമുക്ക് അഭിപ്രേരണ സൃഷ്ടിക്കാൻ സാധിക്കും. അംഗീകാരം, കുറ്റപ്പെടുത്തൽ പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ 6, താഴെ പറയുന്നവയിൽ പഠനത്തിൽ ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്തെല്ലാം? എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്? ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വരും. ഉത്തരം വരുന്നത് അത് പഠന സന്ദർഭങ്ങളിൽ കൂടുതൽ അനുഭവവേദ്യമാവുന്നു, അത് പഠന രീതികൾക്ക് വൈവിധ്യം നൽകുന്നു, അത് ഗുണാത്മകമായതിനെ രൂപാത്മകമായി മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാം, ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അത്യധികം എന്താണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് പഠനം കൂടുതൽ അനുഭവവേദ്യമാക്കുവാനായിട്ട് കഴിയും അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 7, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ കേന്ദ്ര ആശയം ഏത്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ കേന്ദ്ര ആശയം ഏത്? ഉത്തരം ഉൾക്കാഴ്ച. ക്വസ്റ്റ്യൻ നമ്പർ 8, മനോലൈംഗിക വികാസഘട്ടത്തിൽ ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്ന പേര്? ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഓപ്ഷൻ ബി, വദനഘട്ടം. ക്വസ്റ്റ്യൻ 9, താഴെ പറയുന്നവയിൽ വൈയക്തികം അല്ലാത്തത് ഏത്? വ്യക്തിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വൈയക്തികം അല്ലാത്തത് ഏതാണ്? ഉത്തരം പാഠ്യവസ്തു, പരിപക്വനം, ശേഷി, അഭിപ്രേരണ. ഇതൊക്കെ വൈയക്തികമായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷെ പാഠ്യവസ്തു വൈയക്തികമല്ല. ക്വസ്റ്റ്യൻ 10, പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏത്? നമുക്കറിയാവുന്നതാണ് അല്ലെ? ഉത്തരം ഓപ്ഷൻ സി, വ്യവഹാരവാദം. ഓക്കെ. ക്വസ്റ്റ്യൻ 11, പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷത ചുവടെ തന്നിട്ടുള്ളവയിൽ അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് അധ്യാപക കേന്ദ്രീകൃതം. പാഠ്യപദ്ധതി സമീപനം അധ്യാപക കേന്ദ്രീകൃതമല്ല. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? പ്രവർത്തനാധിഷ്ഠിതമാണ്, പഠനം ഉറപ്പാക്കുന്നതാണ്, പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമാണ്. ഇതൊക്കെ പാഠ്യപദ്ധതി സമീപനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിൽ വരാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 12, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക നിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തെ
പ്രതിനിധീകരിക്കാത്തത് ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. എന്താണ്? സാമൂഹിക നിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്ത പ്രസ്താവന അല്ലെങ്കിൽ കാര്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓർത്തു ചൊല്ലൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? സാമൂഹിക നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംഘചർച്ച, സഹവർത്തിത്വ പഠനം, സംവാദാത്മക പഠനം. അപ്പോൾ ഓർത്തു ചൊല്ലൽ അതിൽ വരത്തില്ല. ക്വസ്റ്റ്യൻ 13, ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോട്സ്കിയുടെ സമീപനത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ജ്ഞാനനിർമ്മിതിവാദം. ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാവുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണെന്ന് പറയുന്നത് നമ്മുടെ വൈഗോട്സ്കിയുടെ ജ്ഞാനനിർമ്മിതിവാദം എന്ന സമീപനമാണ്. ക്വസ്റ്റ്യൻ 14, പഠനവേളയിലെ ആശയരൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവയുണ്ടെന്ന് സൂചിപ്പിച്ചത് ആര്? നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഉത്തരം ഓപ്ഷൻ ഡി, ജെറോം എസ് ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ. ക്വസ്റ്റ്യൻ 15, പാരമ്പര്യത്തെ പറ്റി സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയാകാൻ സാധ്യത കുറഞ്ഞത് ഏത്? പാരമ്പര്യവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓപ്ഷൻ സി, വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. ഇത് ശരിയാകാൻ സാധ്യത കുറഞ്ഞ പ്രസ്താവന. അപ്പോൾ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം. സാമൂഹിക സംഘടനയുടെ പ്രാഥമിക ഘടകമാണ് പാരമ്പര്യം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യവും പരിസ്ഥിതി ഘടകങ്ങളും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. ഇത് ഈ ഒരു പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ വരാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ആൽഫ്രഡ് ബിനെയാണ് കേട്ടോ. ആൽഫ്രഡ് ബിനെ. ക്വസ്റ്റ്യൻ 17, അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന റാണിക്ക് പഠിക്കുമ്പോൾ സംഘചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് അവൾ കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? അപ്പോൾ ഇതിൽ ഏത് ബുദ്ധിയിലാണ് അവൾ മേൽക്കോയ്മ കാണിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ 17 ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്റർപേഴ്സണൽ ബുദ്ധി അല്ലെ. എന്താണ്? സംഘപ്രവർത്തനങ്ങളും സംഘചർച്ചകളുമാണ് വരുന്നത്. അപ്പോൾ ഇന്റർപേഴ്സണൽ ബുദ്ധിയാണ് അവളിൽ കാണുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 18, അർദ്ധപൂർണമായ ഭാഷാപര പഠനം ആരുടേതാണ്? അർദ്ധപൂർണമായ ഭാഷാപര പഠനം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഒസുബൽ. ഒസുബലിൻ്റെ ആണ്. ക്വസ്റ്റ്യൻ 19, ഗാർഡിനറുടെ പ്രശസ്തമായ കൃതി ഏത്? അറിയാവുന്നതാണല്ലോ. ആ കൃതിയിലാണ് ഗാർഡിനർ പലതരം ബുദ്ധികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കാം ഏതാണ് ഉത്തരം. ഓപ്ഷൻ ബി, ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ക്വസ്റ്റ്യൻ 20, യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? നോക്കാം നമുക്ക്. ഉത്തരം വരുന്നത് നോം ചോസ്കി ആണ്. ആരാണ്? നോം ചോസ്കി. നോം ചോസ്കി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോം ചോസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ ഏവ? നോം ചോസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, നോക്കാം. 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. കുട്ടിയുടെ ഭാഷാ വികസനം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ഇങ്ങനെ ആര് പറഞ്ഞു? നോം ചോസ്കി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് കറക്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. ഇറ്റ് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതുപോലെ തന്നെ ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതും കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ക്വസ്റ്റ്യൻ നമ്പർ 22, കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏത്? കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഇതിലേതാണ്? നമുക്ക് നോക്കാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കുടുംബ വലിപ്പം. അതുപോലെ തന്നെ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ജനിതക കാരണങ്ങൾ, പോഷകാഹാരം, അതൊക്കെ. ഓക്കെ, അപ്പം കുടുംബ വലിപ്പം ഇതിൻ്റെ അകത്ത് വരത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23, റാണി എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണ്, കുട്ടിയുടെ കാലിക വയസ്സ് 10 ആണ് എങ്കിൽ റാണിയുടെ IQ എത്രയാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. റാണിയുടെ IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നാണ് IQൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ റാണിയുടെ IQ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് IQ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. IQ is equal to മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇവിടെ നമുക്ക് മെൻ്റൽ ഏജ് 12 തന്നിട്ടുണ്ട്, ക്രോണോളജിക്കൽ ഏജ് 10 തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2 എന്ന് കിട്ടും. അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടും റാണിയുടെ IQ എത്രയാണെന്ന് കിട്ടും? റാണിയുടെ IQ 120 ആണെന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 24, സുമി നല്ല നേതൃത്വ പാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിവുമുള്ള ഒരു കുട്ടിയാണ്. അവൾക്കുള്ളത് ഏത് തരം ബുദ്ധിയാണ്? നല്ല നേതൃത്വ പാഠവുമുണ്ട്, സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിവുമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾക്കുള്ള ബുദ്ധി ഏതാണ് ഇതിൽ? ഓപ്ഷൻ ബി, വ്യക്തിയാന്തര ബുദ്ധി. ഏതാണ്? വ്യക്തിയാന്തര ബുദ്ധി. ക്വസ്റ്റ്യൻ 25ലേക്ക് പോവാം. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏത്? ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? രൂപിമം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 25 ചോദ്യങ്ങളായിരുന്നു പഠിച്ചത്. അപ്പോൾ നമ്മുടെ ചാനലിൽ LPUP റിലേറ്റഡ് ആയിട്ടുള്ള കുറേയേറെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.